Hi guys, welcome back to another video. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഭാഗത്ത് വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോറി ഭാഗത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അധികം ഫിൽറ്റേഴ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. പുതുതായിട്ട് കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പുതിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പല ഫീച്ചേഴ്സുകളും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് വന്നൊരു അപ്ഡേറ്റുകളാണ്. എങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടില്ല. ചിലത് കുറച്ച് ഓൾഡ് ആയിരിക്കും. എങ്കിലും ചിലത് ഇപ്പോൾ അടുത്ത് വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലായി പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫിൽറ്റേഴ്സുകളെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു കണ്ണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കണ്ണിൻ്റെ കളർ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐബോളിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു അപ്ഡേറ്റേഷനാണ് വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റേഷനെ കുറിച്ചിട്ട്. പക്ഷേ അത് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് ബീറ്റാ വെർഷനിലായിരുന്നു. ഇപ്പോൾ ഇത് നോർമൽ വെർഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവർക്കും ഏതൊരു ഫോണിലും ഈ ഒരു അപ്ഡേറ്റേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിലിപ്പോൾ നമ്പർ 1 ആയി വന്നിട്ടുള്ള അപ്ഡേറ്റ്. അന്ന് ഇത് ബീറ്റാ വെർഷനിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇനി മുതൽ നമുക്ക് ഏതൊരു ഫോണിലും ഈ ഒരു ഐബോൾ കളർ ചേഞ്ച് ചെയ്യുന്ന അപ്ഡേറ്റ് ഏതൊരു ഫോണിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതാണ്. രണ്ടാമതായി വന്നിട്ടുള്ളത് ഒരു പാട്ടുകാർക്ക് പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളിൽ പാട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് പാട്ട് പാടാൻ പറ്റിയൊരു അപ്ഡേറ്റേഷനാണ് രണ്ടാമതായി വന്നിട്ടുള്ളത്. ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റേഷൻ തന്നെയാണ്. അതുപോലെ ഇതാണ് രണ്ടാമതായി വന്നിട്ടുള്ള അപ്ഡേറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പാട്ട് പാടാണെങ്കിൽ മൈക്ക് പിടിച്ചുകൊണ്ട് പാട്ട് പാടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഫിൽറ്ററാണ്. ജസ്റ്റ് നിങ്ങൾക്കറിയാം ഒരുപാട് ടൈപ്പ് ഫിൽറ്റേഴ്സ് നിങ്ങൾ കണ്ടു കാണും. അതേപോലെ തന്നെ ഒരു എഫക്റ്റ്, പല ടൈപ്പുള്ള എഫക്റ്റുകൾ കിട്ടുന്ന ഒരു ഫിൽറ്ററാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു 4-5 ടൈപ്പോളം എഫക്റ്റുകൾ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി ഒന്നും കൂടി മാക്സിമം അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് ഫിൽറ്ററുകളാണ് ഈ ഒരു അപ്ഡേറ്റേഷനിൽ അടുത്തതായി വന്നിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഫിൽറ്റർ തന്നെയാണ്. ഇത് ഈ ഒരു ഫിൽറ്റർ ഒറ്റക്കാണ് കിട്ടുന്നത്. എങ്കിലും ഇത് മറ്റേതിനെക്കാട്ടും ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫിൽറ്റർ തന്നെയാണ്. ഈ ഒരു ഫിൽറ്റേഴ്സ് തന്നെയാണ് ഇതിലധികം വന്നിട്ടുള്ളത്. ഫിൽറ്റേഴ്സും എഫക്റ്റ് ഒക്കെ തന്നെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളത് നമ്മുടെ മണിയസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. മണിയസ്റ്റ് വെബ് സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അത് നമ്മൾ ഫ്രീ ഫയറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു മ്യൂസിക്, മണിയസ്റ്റിൻ്റെ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കോപ്പറേറ്റ് ഇഷ്യൂസ് മൂലം അത് കാണിക്കാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർമാനും പിന്നെ വേറെ കണ്ണിന് ലേസർ, ഇത് കുറച്ച് മുന്നുള്ള അപ്ഡേറ്റേഷനാണ്. ആ സൂപ്പർമാൻ്റെ മറ്റേത് പുതുതായിട്ട് വന്നതും പിന്നെ ഇതുപോലെ ഒരു താടി ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ണടക്കെ കാണിക്കുന്ന അങ്ങനെ ഒരുപാട് പല ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മളെ അട്രാക്റ്റീവ് ആക്കി വന്ന പല അപ്ഡേറ്റേഷനും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണിയസ്റ്റിൻ്റെ അപ്ഡേറ്റേഷൻ ഒന്ന് മാത്രമല്ല, 2 ഉണ്ട്. ഒന്ന് നമുക്ക് ഫേസ് ക്യാമറയിലോട്ട് ആ ഒരു മണിയസ്റ്റിന് മാസ്ക് ധരിക്കാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റേഷനാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു അപ്ഡേറ്റേഷനെ പോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റേഷനും കൂടി മണിയസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മണിയസ്റ്റിലുള്ള ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇന്നാൾ വിരാട് കോഹ്ലി എഫക്റ്റ് വന്ന പോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ പുറത്തോട്ടെടുക്കാൻ കഴിയുന്നൊരു എഫക്റ്റാണ് വന്നിട്ടുള്ളത്. ആദ്യം ഒരു പ്ലേസ് കണ്ടെത്തുക, അതിനുശേഷം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അവിടെ ഒരു മണിയസ്റ്റ് ക്യാരക്ടർ വരുന്നതാണ്. ഈ മണിയസ്റ്റ് ക്യാരക്ടർ ആണോന്നൊന്നും അറിയില്ല, ഏതാണ്ട് ഒരു കോലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മണിയസ്റ്റുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടെ മണിയസ്റ്റ് മ്യൂസിക് ഉണ്ട്. പക്ഷേ മ്യൂസിക് നമുക്ക് ഇതിൽ വെക്കാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഫിൽറ്റേഴ്സിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എഫക്റ്റ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് പുതുതായിട്ട് സ്റ്റോറി ഭാഗത്ത് വന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കുറച്ചായി വന്നിട്ടെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എടുക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീച്ചറാണ്. അതുപോലെ മൾട്ടി ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൽ തന്നെ നമുക്ക് 2 ഫോട്ടോ എടുക്കാം, 2 കൂടുതൽ ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഒരേ സമയം സ്റ്റോറി ഇടാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു മൾട്ടി ക്യാപ്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്റ്റോറിന് ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്കി അടുത്ത സ്റ്റോറിയൊക്കെ ഇടൂലേ, അതിങ്ങനെ വെവ്വേറെ എടുക്കുന്നതിന് പകരം ഒറ്റ ക്ലിക്കിൽ തന്നെ അടുപ്പിച്ച് എല്ലാം കൂടി ഇടാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോ ബൂത്ത് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതെന്താണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരേ സമയം ഒരു 3-4 ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. അത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ 1 ക്ലിക്കായി, അതേപോലെ തന്നെ 2 ക്ലിക്കായി, ഇനിയിപ്പോൾ 3-ാമത്തെ ക്ലിക്കായി, ഇനി ഇതേപോലെ 4-ാമത്തെ ക്ലിക്കായി, ഇതെല്ലാം കൂടി ക്ലിക്ക് ആയതിനു ശേഷം പ്രോസസ്സിംഗ് ആവും. പ്രോസസ്സിംഗ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം കൂടി ഒറ്റ ഒരു എഫക്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റൊരു ഫോട്ടോ ആയിക്കൊണ്ട് കംപ്ലീറ്റ് മാറും. ഇപ്പം കാണാൻ സാധിക്കും. ഇങ്ങനെ നീ ഒരാൾ സ്റ്റോറി കാണും ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് എല്ലാ ഫോട്ടോയും കൂടി ഇങ്ങനെ ഒറ്റ സ്റ്റോറി ആക്കിക്കൊണ്ട് ഇടാൻ സാധിക്കുന്ന ഒരു എഫക്റ്റാണ് ഫോട്ടോ ബൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഈ എഫക്റ്റുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് വീണ്ടും എന്താ പറയുക യൂസ്ഫുളും അതുപോലെ അട്രാക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓപ്ഷനിലോട്ട് മാറ്റാൻ നമ്മുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.